റിജുവിന്റെ പുല്ല് വീഡിയോ ഇല്ലേ അത് കണ്ടോണ്ടിരിക്കുമ്പം ഞാൻ കരഞ്ഞിരുന്നു. അത് കണ്ടോണ്ടിരിക്കുമ്പോ കരഞ്ഞു. എന്തിന് അപ്പ അമ്മ എന്നൊക്കെ വിളിച്ചു തുടങ്ങിയോ? ഏറ്റവും ഫസ്റ്റ് വിളിച്ചിനെ ഏട്ടാന്നോ? ഞാൻ ഏട്ടാ ഇതിൽ ഓഡിയോ മ്യൂട്ടാ. വീട്ടിൽ പോയിട്ട് ഡബ്യു. ഇപ്പൊ നിന്നെ മാത്രമേ കളിപ്പിക്കാൻ പറ്റുള്ളൂ എനിക്ക്. ഇവരൊക്കെ ബിഗ് ഗേൾസ് ആയിടാ. ഞാൻ നിങ്ങളെക്കാളും ഞങ്ങളോ 10 വയസ്സ് കുറവല്ലോ. എനിക്ക് 27 ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് 47. പക്ഷെ 10 വയസ്സിന്റെ ബുദ്ധിയില്ല. അങ്ങനെ ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗിലേക്ക് അതിഗംഭീരമായ അപ്പൊ ഇന്നൊരു ലേഡീസ് ഡേ ഔട്ട് ആണ്. 10 പെൺകുട്ടികളും ഞാനും. അതായിരിക്കും ഇന്നത്തെ എല്ലാം പെൺകുട്ടികൾ. ഞാൻ മാത്രമേ എവിടെയും പോവില്ല. പാത്തുവിന്റെ പിക്ക് ചെയ്ത് നേരെ പാത്തുവിനെ ഈസനെ പിക്ക് ചെയ്തിട്ട് നേരെ രാകേഷിന്റെ അവിടെ പോയിരുന്നു വർത്താനം പറയാനോ പിന്നെ അമ്മയടുത്ത് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് ലേഡീസ് ഡേ ഔട്ട് പരിപാടികൾ കാണാം. ഈ വ്ളോഗിൽ ഞാൻ കാര്യമായി ഉണ്ടായിരിക്കുന്നതല്ല. മേരി മാർഗരറ്റ് ആൻഡ് ടീം ഈസ് ഗോയിങ് ടു റോക്ക് ദ ഫ്ലോർ ബേബി. ഈ പാട്ട് എനിക്ക് ഓർമ്മ ഏതാ? റോവില് നമ്മള് പോകുമ്പോ റോവോ അല്ല റോവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഹോട്ടൽ. അവിടെ പോയിട്ട് നമ്മൾ ആഘോഷകരമായ പരിപാടികൾ നടത്തിയിരുന്നു. സമീലിക്കയുടെയും പാത്തുവിന്റെയും ബർത്ത്ഡേക്ക്, പാത്തുവിന്റെ ബർത്ത്ഡേക്ക് അതിനുവേണ്ടി നമ്മൾ പോയിരുന്നു. സർപ്രൈസ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതെ, അങ്ങനെ അതിഗംഭീരമായ പരിപാടികൾ ഇത്തവണയും നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സമീലിക്കയുടെ കാല് പിടിച്ചായാലും എന്തെങ്കിലും നടത്തണം. അപ്പൊ ചോദിക്കാടി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് ലേഡീസ് ഡേ ഔട്ട് ആയിട്ട് പോവാണ്. ഞാൻ എന്താ ഇതിൽ നിന്ന് നിങ്ങൾ ആലോചിക്കരുത്, ഞാനാണ് ഇതിന്റെ ക്യാമറമാൻ. അതെ, പിന്നെ ഞാൻ ലാസ്റ്റത്തെ 2 വീഡിയോയിലായിട്ട് വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് പെരുമാറുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ കുറച്ചത് പിടിക്കാൻ തീരുമാനിച്ചു. കാരണം ഞാൻ കുറച്ച് ഓവറായിട്ട് എനിക്ക് തന്നെ തോന്നണമെന്ന്. ആക്ച്വലി അല്ല, ഞാൻ ഫുള്ളസ്റ്റ് ആ മൊമെന്റ് അങ്ങോട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ നമ്മൾ ക്യാമറ ഉണ്ടോ ക്യാമറ ഇല്ലയൊന്നും നോക്കില്ല കേട്ടോ. അത് കാരണമാണ്. അപ്പൊ അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, മനസ്സിലാക്കണ്ടാത്തവർക്ക് മനസ്സിലാക്കണ്ട. ഇറ്റ്സ് യുവർ ചോയ്സ്, ഇറ്റ്സ് യുവർ ലൈഫ്, ഇറ്റ്സ് അവർ ലൈഫ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് നേരെ പോകുന്നത് ആദ്യം പാത്തുനെയും ഇസേനെയും പിക്ക് ചെയ്യാനായിട്ടാണ്. ഇവനെ കണ്ടിപ്പോ ഒരു റിച്ച് ലുക്ക് ഉണ്ട്. ഇവിടെ കൈ ചെയ്യാൻ മറ്റേ കയ്യില് സ്വർണത്തിന്റെ വാച്ച്, ഷൂ, കയ്യില് iPhone 16 Pro. അത് മലപ്പുറം പൊക്കി കാണിച്ചതല്ലാട്ടാ. ആക്ച്വലി ഇത് 2 ഞാൻ മലപ്പുറം പൊക്കി കാണിച്ചതാണ്. ഇത് ആദേശേട്ടൻ വാങ്ങി തന്നത്, ഇത് ആദേശേട്ടന്റെ കൊളീഗ് വാങ്ങി തന്നത്. ഇത് കാശ് കൊടുത്ത് കാണിച്ചത്. ഗൈസ്, നമ്മൾ ഫാത്തിമ നിഷാനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പാത്തു, നമ്മളൊരു കാര്യം ചെയ്യട്ടെ, നമ്മൾ താഴെ എത്തുമ്പോ പാത്തുവിനെ വിളിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ താഴേക്ക് വരുമോ? അപ്പൊ നമുക്ക് സമയം ഒട്ടും കളയാതെ രാകേഷിന്റെ പോയി ഉച്ചയ്ക്കുള്ള ചോറുണ്ണാലോ. എന്നിട്ട് പിന്നീട് പോയി 4 മണി പലഹാരവും തിന്നാം. അപ്പൊ അവര് സെറ്റാണ് ഗൈസ്. നമ്മൾ നേരെ പാത്തുവിനെ പിക്ക് ചെയ്യാൻ പോകുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ മാപ്പ് ഇട്ടു. ഇവിടുന്ന് ഏകദേശം ഒരു 18 മിനിറ്റ്സാ കാണിക്കണേ. 20 മിനിറ്റ്സിൽ എത്തുമായിരിക്കും. ഞാനല്ലേ ഓടിക്കണേ 15 മിനിറ്റ്സ്. നമുക്ക് നോക്കാം. റൂം അവർ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. ബെഡ്ഷീറ്റ് മാറ്റി തരും, പുതിയ തോർത്തും തരാന്ന് പറഞ്ഞു. കാർ ഏതാന്ന് ചോദിക്കുന്നവർക്ക് ഈ കാറിന്റെ പേര് MG3. MGR അല്ല കേട്ടോ, MG3. MGR കേട്ടോ നീ? പാട്ടുകാരൻ. എടാ, അത് MG ശ്രീകുമാർ. ഓ, തള്ള ഇവിടെ എത്തി മണ്ടനായി. MGR തമിഴ് നടണ്ട. MGR തലൈവറുടാ. എപ്പിടാ ഇപ്പിടി പേசுறது. അങ്ങനെ 3 പ്രാവശ്യം എക്സിറ്റ് തെറ്റിച്ച്. അയ്യോടാ ഗൈസ്. എടാ ഗൈസ് നമ്മളിവിടെ വരുന്ന സമയത്ത് ആകെ അവിടെ നിന്ന് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ ആകെ 15 മിനിറ്റ് മാക്സിമം ഉള്ളൂ. ഇപ്പൊ ഏകദേശം 3/4 മണിക്കൂർ എടുത്തു. 3 പ്രാവശ്യം നമ്മുടെ എക്സിറ്റ് തെറ്റി. 3 ഡിഫറെന്റ് വഴി കൂടെ പോയി. ഇപ്പൊ പാത്തുവിന്റെ ബിൽഡിങ്ങിന്റെ താഴെ നമ്മൾ കാത്തു കിടക്കാം. നമ്മുടെ ബാക്കിൽ ഒരുപാട് കാറുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഫ്രണ്ടിൽ വേറൊരു വണ്ടി കിടപ്പുണ്ട്. അത് പോവാണ്ട് നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ പാത്തുവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പണിയായിരുന്നേനെ. ഇനിയിപ്പോ ഈ വണ്ടി എപ്പോഴും എടുക്കാന്ന് അറിയില്ല. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങള് പാത്തുവിനെ ഈസനെ പൊക്കി യമുവിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. മമ്മിയുടെ അടുത്ത് ഇന്നലെ വിളിച്ച് പറഞ്ഞു ഫുഡൊക്കെ ആക്കി വെക്കണേന്ന്. മമ്മി കാര്യമായിട്ട് എന്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. മമ്മി എന്ന് പറഞ്ഞ യമുനയുടെ മമ്മി. ഇവിടെ പാത്തു ഇരിപ്പുണ്ട്. പാത്തു, എന്തെല്ലാം വിശേഷം? നല്ല വിശേഷം. വീഡിയോയിൽ കരഞ്ഞതിനെ കുറിച്ച് കുറെ പേര് കമന്റ് ഇട്ടല്ലോ. പാത്തു കരഞ്ഞപ്പോ ഞങ്ങളുടെ ഹൃദയം തകർന്നു എന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ എന്താ പറയാനുള്ളത്? തകരണ്ട, പെട്ടെന്ന് ഇമോഷണൽ ആയി പോയതാണ്. ഇസക്കുട്ടി, എന്തിന്റെ വിശേഷം? പാത്തുന്റെ ഇമോഷണൽ കണ്ടിട്ട് എനിക്ക് ഇസേനെ ഒന്ന് ഹഗ് ചെയ്യാൻ പോലും ആ സമയത്ത് ഹഗ് ചെയ്യുന്നുണ്ട്. അത് വീഡിയോയിൽ വരാഞ്ഞതാ. എന്തോരം എടുത്തുണ്ടായിരുന്ന കൊച്ചെന്നറിയോ അവള്. നീ വലിയ കുട്ടിയെന്ന് പറഞ്ഞ കമന്റ് ഉണ്ടല്ലോ. യു ബിക്കേം വെരി ബിഗ് ഗേൾ എന്ന് പറഞ്ഞു.
എന്താണ് I heard that already. ഐ ഹേർഡ് ദാറ്റ് ഓൾറെഡി എന്ന് മനസ്സിലായോ ഇതാറ്റാ, അതുജി. അല്ല മനസ്സിലായി നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നുള്ളൂ എനിക്ക് എപ്പോഴും ചെറുതാവുന്ന ഇഷ്ടം അവിടെ വലുതാകുന്ന പറയുമ്പോ അല്ലേ. ഇപ്പൊ നിന്നെ മാത്രമേ കളിപ്പിക്കാൻ പറ്റുള്ളൂ എനിക്ക്. ഇവരൊക്കെ ബിഗ് ഗേൾസ് ആയിടാ. നിന്നെ കളിപ്പിച്ചുകൊണ്ട് കുഴപ്പമില്ലല്ലോ. യാറ മാത്രാണ് തിരിച്ചു പറയാത്ത ഒരാളുള്ളത്. അയ്യോ അറിയാണ്ട് വീഡിയോ എടുത്താടോ. അയ്യോ ഇത് പരിചയമില്ല അതുകൊണ്ട് എന്താ എന്താ അതെന്താന്നല്ലേ ചോദിച്ചേ? എന്നാ എന്നാ അപ്പ അമ്മ എന്നൊക്കെ വിളിച്ചു തുടങ്ങിയോ? ആ ഏറ്റവും ഫസ്റ്റ് വിളിച്ചിന് ഏട്ടൻ. ഏട്ടാന്നോ? ഞാൻ ഏട്ടാ ഏട്ടാ ഏട്ടാന്ന് വിളിച്ചത്. ഏറ്റവും കൂടുതൽ കേട്ട വീട് ഏട്ടാന്നായിരിക്കും. ഒരു ദിവസം 1000 തവണക്ക് വിളിക്കും ഏട്ടാ 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 ഏട്ടാ. കുട്ടീനെ നോക്കാൻ ആദ്യം വന്ന ലേഡി ഇല്ലേ, അപ്പൊ അവര് ഇവളുടെ പറഞ്ഞ നീ എന്തിനാ അവനിങ്ങനെ ഏട്ടാ ഏട്ടാ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ യമുനയുടെ വക സ്പെഷ്യൽ പലഹാരങ്ങൾ എത്തിയിട്ടുണ്ട്. ഉണ്ണിയപ്പം ഉണ്ട്. രണ്ടാമത്തെ പലഹാരത്തിന്റെ പേരെന്താണ്? അരിയുണ്ട. ആ റവലഡു. അപ്പൊ റവലഡും റവലഡും ഉണ്ണിയപ്പം വന്നിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് റവൽ തരിയുണ്ടെന്ന് നമ്മള് പറയാം. തരിയുണ്ട. പിന്നെ ഈ കുട്ടിയും അവിടെ വെച്ചിരുന്ന രണ്ടൊരു പോലെ ഉണ്ട്. നീ റവലഡു ഒക്കെ തിന്നോ? റവലഡു ഒക്കെ തിന്നോ? എന്തൊരു സന്തോഷമാണോ. ഉണ്ണിയപ്പം എന്റെ അമ്മ നീ വീഴമ്മേ. പക്ഷെ ഇവൾക്ക് രാകേഷിന്റെ ചായ പോലെ എനിക്ക് തോന്നുന്നു. വലുതാവുമ്പോ മാറായിരിക്കും ചായ. രാകേഷ് അച്ഛനെ പോലെ നീ അച്ഛനെ പോലെ സ്വഭാവം കണ്ടിരുന്നാ മതി അച്ഛന്റെ. നല്ല അച്ഛനല്ലടാ. എന്റെ അച്ഛനെ പറയുന്നോടാ. ഇന്നലെ വിളിച്ചു വിന്നിനെ വിളിച്ചിട്ട് വിന്നി പറഞ്ഞു ഒരു 10 മിനിറ്റിൽ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. 12 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് മെസ്സേജ് വന്നു ഷറഫിന്റെ വിന്നി വരില്ല. ഇന്നലെ നാളെ എനിക്ക് തലവേദനയായിരിക്കും, അതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന്. ഇതെന്ത് ഗെയിമാ? ഗെയിമല്ല. പിന്നെ എന്തിട്ടത്? മൂവിയാണോ? ഏതാ മൂവി? ഞാൻ പറയട്ടെ, ബാർബി. പിന്നെ ഏതാ? ജിംനാസ്റ്റിക്കാ? അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടാ? ഇത് ജിംനാസ്റ്റിക് അക്കാഡമി. പിള്ളേര് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു. യമുനക്ക് എനിക്ക് മാത്രമേ ഇപ്പൊ ഇംഗ്ലീഷ് അറിയാത്തുള്ളൂ. പാട്ട് പാടുന്ന യു സിംഗ് എ സോങ്. ഐ ഹേർഡ് യു സിംഗ് എ സോങ്. ഈ പിള്ളേരുടെ അടുത്തൊന്നും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഒരു മാവേ നിന്നോട് മാത്രമേ എനിക്ക് പറ്റുള്ളൂ പിടിച്ചിരിക്കാനായിട്ട്. ബാക്കി ആരോടും പറ്റണില്ലടാ. വിട്ടു 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 പേടിക്കണ്ട, പോവില്ല. ഗൈസ്, അങ്ങനെ നമ്മുടെ യമുന്റെ വീട്ടിൽ നിന്ന് ഫുഡ് നമ്മൾ കഴിക്കാൻ പോകുന്നു. രാകേഷ് ഇല്ല, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അതിന്റെ ഒരു കുറവും യമു ഡൈനിങ് ടേബിളിൽ വരുത്തിയിട്ടില്ല. സാധാരണ ഇതൊക്കെ രാകേഷ് കുക്ക് ചെയ്യാറ്. അമ്മയാണ് ഉണ്ടാക്കിയത്. പക്ഷെ ക്രെഡിറ്റ് യമുനക്ക്. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതെ. പാത്തു ഇതിൽ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് കഴിക്കാനായിട്ട്? ഏറ്റവും പ്രതീക്ഷിക്കുന്നത് എനിക്ക് കൂട്ടുകറി. അത് മാത്രമില്ല, അതുണ്ട്. എന്റെ ഫേവറേറ്റ് യമുന്റെ മോരും കൂട്ടുകറിയും. മോരുണ്ട്, പക്ഷെ വേറൊരു മോരാ. ആണോ? എന്റെ ഭാര്യക്ക് ഫേവറേറ്റ് എന്താന്നറിയോ? അറിയില്ല. അജയ് ചേട്ടൻ. കഴിക്കണ കാര്യം പറയുമ്പോ ഇപ്പൊ എന്തിനാ അത് പറഞ്ഞത്? വെറുതെ വേറെ ആരും പറയാനില്ലടി. അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. മത്തങ്ങൽശ്ശേരി ഉണ്ട്, കാബേജ് തോരനുണ്ട്, അച്ചാറുണ്ട്, കുത്തരി ചോറുണ്ട്, പച്ചടി ഉണ്ട്. ഇത് പച്ചടിയാണോ? കാമ്പ് പച്ചടി ഉണ്ട്, നല്ല ചാളക്കറി ഉണ്ട്, ഇവിടെ നല്ല ഉപ്പിലിട്ട് മാങ്ങിണ്ട്. ഇത്രയും സംഭവങ്ങളുണ്ട്. ഇവയ്ക്ക് വേണ്ടി സ്പെഷ്യൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്. ഞങ്ങളൊക്കെ ചില്ലി പാത്രത്തിലേ ഉള്ളൂ. സെറ്റ് അല്ലേ? അപ്പൊ ഫുഡ് അടി കഴിഞ്ഞിട്ട് കാണാം. ഫുഡ് അടി ഗൈസ്. അങ്ങനെ യമുവിന്റെ അവിടുത്തെ വെറുപ്പിക്കലൊക്കെ രാകേഷിനെ കാണാൻ പറ്റില്ല. രാകേഷിന് കുറച്ചും കൂടി ലേറ്റ് ആവും. അപ്പൊ പിന്നെ ഇവിടെ കോഫി ഇട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇവിടെ ഇല്ലടാ, അപ്പുറത്തെ സൈഡാ. അപ്പുറത്തെ. ഓ പാത്തുനെ കണ്ട തട്ടത്തിൻ മറയത്തിലത്തെ പെൺകുട്ടീനെ പോലെ. അതെ. അപ്പൊ ഇപ്പൊ എങ്ങടെ ഇനി വിന്നീടെ അടുത്ത് പോയി നമുക്ക് കോഫി ഇടാം. അവളോട് പാല് തിളപ്പിച്ച് കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി പാത്തു പുറത്തേക്ക് എത്തും. ചാടക്കാരൻ നിൽക്കുന്നുണ്ട്. നീ ആക്കിയതാ? പഴംപൊരി ഉണ്ടാക്കിയോ? വേറൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. ഞാനേ മറ്റേ ബാറ്ററിൽ മധുരം ഇട്ടിട്ടില്ല കേട്ടോ. പഴത്തിന്റെ മധുരം ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെയാണ്. പിന്നെ എന്ത് തന്നാലും ഇപ്പൊ കൈപ്പയ്ക്ക് തന്ന പേരൊക്കെ പറഞ്ഞാൽ ഞങ്ങള് കഴിക്കും. ഞങ്ങളുടെ ജാടക്കാരൻ പിന്നീട് പഴംപൊരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർഫേ എന്താണ്
ഞാൻ ഭയങ്കര ജാടക്കാരനാന്ന് കമന്റ് വായിച്ചിട്ട് ഉമ്മ വിളിച്ചു പറഞ്ഞ അപ്പോഴാണ് ഞാൻ നോക്കിയത് മെസ്സേജ് അയച്ചേ. നീ വർക്കിലായിരുന്നു പറഞ്ഞു കൊടുറേ. ഒന്നും വേണ്ട, എന്ത് വേണമെങ്കിൽ ചോദിച്ചോ. ഇത് നേരത്തെ എത്തിയ ഇപ്പൊ നീ പറഞ്ഞാൽ ഞാൻ ഇറങ്ങി, ഒന്നും പറയാണ്ട് സൈഡിൽ കൂടെ ബാക്കിൽ കൂടെ ഇറങ്ങി ഓടി. ഇത് കാണൂട്ടോ നിന്റെ ആരെങ്കിലും? ആയെ കാണൂല, ആള് ഹിന്ദിക്കാരെ. പിന്നെ എന്തിന്റെ വിശേഷങ്ങളെല്ലാം ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ആ പിന്നെ നിന്നെ കാണാൻ കുഞ്ചാക്കോവനെ പോലെ കുറെ കമന്റ് ഉണ്ട്. കുഞ്ചാക്കോവൻ അത് കുഞ്ചാക്കോവൻ അറിയാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ വിന്നിത്തയുടെ പഴംപൊരി ഉണ്ട് ഇവിടെ. നല്ല ചൂടൻ പഴംപൊരിയാണ്, മധുരമില്ലാത്ത പഴംപൊരി ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് വിന്നിത്ത. ഇത് ചട്ടിയിലൊക്കെ എന്തൊക്കെയാ സാധനങ്ങൾ. ഇതെന്താ തുറന്നേ കാണട്ടെ. ഇതെന്താ? മോര് കറി. രാത്രിയിലത്തെ ഡിന്നർ സെറ്റ്. പിന്നെ ഇത് വന്നിട്ട് മീൻകറി അടിപൊളി. ഇത് വന്നിട്ട് ചിക്കൻ പൊരിച്ച എണ്ണ. മേരി മാർഗരറ്റ് അടുത്ത പഴംപൊരി. പഴംപൊരി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളി. പഴംപൊരി എന്റെ ഫേവറേറ്റാ. പണ്ടത്തെ ഇരട്ടപ്പേരായിരുന്നു പഴംപൊരി. അപ്പൊ നിനക്ക് എന്തൊക്കെ പേര്? പഴംപൊരി, പരിപ്പുവട, സുഗീൻ എന്നൊക്കെ വിളിച്ചിരുന്നില്ലേ നിന്നെ? പഴംപൊരി, ശങ്കരാടി. പിന്നെ സൗണ്ട് ഭയങ്കര ഇവ ശങ്കരാടി പോലെയായിരുന്നു കുഞ്ഞ്. അതുകൊണ്ടല്ല സൗണ്ട് ശങ്കരാടിയുടെ പോലെ. സർഫ് ഇവിടെ വന്ന് പഴംപൊരി കഴിക്കുന്നുണ്ട്. ഇന്ന് നിന്റെ ഞാൻ ഒന്നും മിണ്ടൂല. മറ്റേ ജാടയാന്നുള്ള മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, ജാടത്തെണ്ടി. ഇയാളെ പോലെ പാവൊരു മനുഷ്യൻ, എന്നിട്ട് ഇയാളെ ജാട. കൂട്ടത്തിൽ ഏറ്റവും പാവാണ്, അതെ ഏറ്റവും പാവൂനാ. നിഷ്കളങ്കൻ. അതെ അതിന്റെ ഇടയില് പിന്നെ ഓരോ മനുഷ്യരും ഓരോ രീതിയിലല്ലേ. നമുക്കൊന്നും തോന്നിയില്ല കമന്റ് വന്നപ്പോ അങ്ങനെ നമ്മൾ നോക്കി. അത് ഞാൻ കൊറേ പറഞ്ഞില്ലടി, ഇവൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ടാറ്റ തരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളി വർക്ക് ചെയ്യായിരുന്നു. അവന് വർക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ വർക്കില്ല, കഴിഞ്ഞു. അല്ല ഞാനാണെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റില്ലായിരുന്നു. ഞാൻ അധികം സംസാരിച്ചാൽ ഇതിലുള്ള കോൺസെൻട്രേഷൻ പോകും. പിന്നെ 7 മണിക്ക് 10 മണിയാവും. അറിയാം അത് കാരണം മാത്രാണ്. അല്ലാതെ സർഫിക്ക് ചാടിയാണോ പിന്നെ നിങ്ങളുടെ കെട്ടിയവനെ കുറിച്ച്? അതേന്നോ? ഗാലറി എതിരാണല്ലോടാ, നിനക്ക് എതിരാണല്ലോ. മൊത്തത്തിൽ എതിരല്ലേ? ഞാനല്ലേ ഒന്നിന്റെ കൂടെ തള്ളുകൂടി. നിങ്ങൾക്ക് കടുപ്പം കൂടുതലായി കാരണം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കഫറ്റീരിയ പരിപാടിയാണ് വിന്നിയോട് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. വിന്നിന്റെ അടുത്ത് വന്നാല് ഫസ്റ്റ് തിങ് ചായ അല്ലെങ്കിൽ കോഫി നിർബന്ധം. ഇനി ആക്കണോ? വേണ്ട, മതിയില്ലേ? ഊതി കൊടുക്കാം, കുത്തന് ഊതി കുടിക്കണ പോലെ. വിന്നിയുടെ സ്പെഷ്യൽ ആട്ടോ. വിന്നി കോഫിയിൽ ഒരു എക്സ്പേർട്ട് ആണ്. അല്ല ഞാൻ ചായയില് ഒന്നും എക്സ്പേർട്ട് അല്ല, എക്സ്പേർട്ട് ആയിട്ടുള്ളത് അവിടെയാണ്. പക്ഷെ വിന്നിന്റെ അടുത്ത് വന്നാലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചായയും കോഫിയും ഉണ്ടാക്കി കുടിക്കാം. മേരി മാർഗരറ്റ് കോഫിയുടെ ആദ്യത്തെ സിപ്പ് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. മധുരം കുറവ് അടിപൊളി. എങ്ങനെ കൊടുത്താലും മോള് കുടിക്കും. ഞാൻ കുടിക്കും. ഞങ്ങൾ ഇന്ന് ആദ്യം ദുബായ് മോളിൽ പോയി, പിന്നെ മറീന മാളിൽ പോയി, പിന്നെ ഇബൻ ബത്തൂത്തെ പോയി. മിന്നിനെ വിളിച്ചല്ലേ, എന്തിയാ പറയാഞ്ഞേ? ഞാൻ വൈകുന്നേരം വന്നേനെ, ഉച്ചക്ക് ഇപ്പോഴും സമയമുണ്ട്. ഓള് ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടോണം, എന്നാലും ഓള് വരൂ. എടാ ഇപ്പൊ വേണമെങ്കിൽ എവിടേക്കും വേണമെങ്കിൽ വരാന്ന്. ഷറഫിനെ വിളിച്ച് പോയാലോ? ദുബായ് മോള് കണ്ടിട്ടില്ലെന്ന്. ചാടക്കാരൻ നീ ഇല്ലേ? സ്വന്തം ഭാര്യയുടെ കൂടെ പുറത്തു വരില്ല? അല്ല, വിന്നി പറഞ്ഞത് എന്തായാലും നമ്മുടെ ഒപ്പം വരുന്നല്ലേ. വിന്നി വരട്ടെ. അതെ വിന്നി ഒരു സൂര്യൻ അസ്തമിച്ചാലേ വിന്നി പുറത്തിറങ്ങാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞാ മാത്രമേ ഉള്ളൂ വരില്ലോ. എടാ ബർത്ത്ഡേക്ക് ഉണ്ടാവില്ലേ നീ? രാകേഷിന്റെ മോളുടെ ആരെ കൊന്നിട്ടാണെങ്കിലും വരണം പ്ലീസ്. രാകേഷിന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. നമ്മളേക്ക് വിളിച്ചിട്ടുണ്ട്, നിന്നെ വിളിച്ചിട്ടില്ല അല്ലേ? എന്നാലും വന്നോ നീ? ഇന്ന് പോയാലോ ഡ്രസ് എടുക്കാൻ? 3 ആൾക്ക് ഡ്രസ് എടുക്കാനുണ്ട്, ഇതൊക്കെ ഡ്രസ് എടുക്കാൻ. വളരെ നല്ലൊരു ആശയം അല്ലേ? കത്തുപിടിച്ചിട്ട് ഡ്രസ് എടുക്കാൻ പോവാം നമുക്ക്. ഇവൻ ബത്തൂത്തലാടാ, വേറെ എവിടെ ഇല്ല. ഷുഡാന്ന് പറഞ്ഞു പോയി ഷടാന്ന് പറഞ്ഞു വരാം. റിജുവിന്റെ അപ്പുള്ള വീഡിയോ ഇല്ലേ, അത് കണ്ടോണ്ടിരിക്കുമ്പം ഞാൻ കരഞ്ഞിരുന്നു. അത് കണ്ടോണ്ടിരിക്കുമ്പോ കരഞ്ഞു. എന്തിന് എനിക്കറിയില്ല. ചിക്കുന് റിജോന്റെ ചിക്കു റിജോ കേട്ടടാ പാത്ത് നിനക്ക് വേണ്ടി കരഞ്ഞു. അങ്ങനെ ചിക്കുന് റിജുവിന് അങ്ങനെയല്ല. ഞാൻ ഇപ്പൊ വിന്നി പറയുന്ന കേട്ടു. അയ്യോ ഞാൻ പറയില്ല. അതായത് ഞങ്ങളുടെ പഴയ വീഡിയോസ് ആണെങ്കിലും ഇപ്പൊ കാണാൻ, അതായത് ഒന്ന് പ്ലേ ചെയ്യാൻ നമുക്കൊന്നൊരു ബുദ്ധിമുട്ടുന്നു. അതായത് അത് ആ ഒരു ടൈം മിസ് ചെയ്യണം. നമ്മൾ ഇപ്പോഴും ആ ബോണ്ട് അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും
പക്ഷെ ആ ഒരു ടൈം നല്ലതായിട്ട് മിസ് ഒരു മിസ് അല്ലല്ലോ അല്ലേ കാണുമ്പോഴ് പഴയ ഇതിലേക്ക് പോകും. അപ്പൊ നമുക്ക് അത് ആ ഒരു എല്ലാരും ഇപ്പൊ കാണുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു സങ്കടം. അതെനിക്കും അന്ന് നാട്ടിൽ നിന്ന് നിങ്ങളെ റിജോന്റെ ചിക്കുന്റെ ഒപ്പുള്ള വീഡിയോ കണ്ടപ്പോ തലേദിവസം നമ്മള് ഇബമ്പത്തേക്ക് പോകുമ്പോ പറഞ്ഞിട്ട് പോയുള്ളൂ ആ ദിവസമൊക്കെ മിസ്സായല്ലേ. സത്യമായിട്ട് അത് പറഞ്ഞിട്ടില്ലേ. നമ്മൾ ഇത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജിന്റെ കാലം കഴിഞ്ഞിട്ട് ശരിക്കും കോളേജ് ഫ്രണ്ട്സ് പോലെയാണ്. കോളേജിന്റെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ എൻജോയ് ചെയ്തത് സത്യം. അല്ല പക്ഷെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നീ അതിനെപ്പോഴാ കോളേജിൽ പോയിക്കണേ? അത് വേറെ വശം. നമ്മള് ബാക്കി ഏത് ഫ്രണ്ട്സിന്റെ കൂടെ പോയാലും നമുക്ക് ഒരു 2 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറയാൻ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മള് 3 ദിവസം 4 ദിവസമൊക്കെ ഒരു റൂമിലല്ല സംസാരിക്കും. കാരണം എന്താ, മറ്റുള്ളവരുടെ കുറ്റല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. ശരിയാ. ഇതിപ്പോ രാവിലെ വന്ന് എന്നെ പിക്ക് ചെയ്ത് നേരെ യമ്മുന്റെ അടുത്ത് പോയി. യമ്മുന്റെ അടുത്തൊന്നും വായി നിർത്തിയിട്ടില്ല, അതെ സത്യം. കണ്ടിന്യൂ സംസാരിച്ചു. ഇപ്പൊ ഇവിടെ വന്ന് കേറിയപ്പോ തൊട്ടേ സംസാരം. ഇനി എന്താ പറയാ, വിന്നിത്ത പറ. എന്റെ ഫ്ലോ പോയി. ഞാൻ ഫ്ലോ ഇടാം, പറഞ്ഞു. നീ എന്നോട് എന്തോ കാര്യം പറയാ. അതെ അതെ, ചിക്കുള്ളപ്പോ ഇവന്നെ വിളിക്കാൻ വരും. എന്നിട്ട് നമ്മള് 3 കൂടി ഇവമൊത്തത്തെ പോയിട്ട് നടന്നിരുന്നത് ഓർമ്മയില്ലേ? ഇവിടെ വന്നപ്പോ ഫസ്റ്റ് ഇവളടുത്ത് ചോദിച്ചു, നീ ഇബിൻ ബത്തത്തിൽ പോയോ? ഞാൻ വരുന്ന വഴിക്ക് കണ്ട് കരച്ചിൽ ഇവിടുത്തെ ബസ്സിൽ കയറണ, എന്നിട്ട് അപ്പൊ തന്നെ ഇറങ്ങണം. അതെന്താടി, പൈസ ഉണ്ടായിരുന്നില്ലേ? എനിക്കറിയാം, അതുണ്ടായില്ല, പൈസ ഉണ്ടായില്ല കാർഡില്. ഞാൻ ഇവിടെ പോകാൻ ആദ്യമായിട്ട് ഇബൻ ബത്തൂത്ത് ഉള്ള തറവാട് പോലെ ഇന്നും പറയുന്നുണ്ട്. അതാണ് ഇപ്പൊ കോമഡി. പണ്ട് നമ്മള് ഷാർജയിലായിരുന്നപ്പോഴ് എല്ലാ വീക്കെൻഡും കാണും. ഇപ്പൊ എല്ലാരും 20 മിനിറ്റ് അപ്പുറം ഇപ്പുറമാണ്. പക്ഷെ ഇപ്പൊ കാണുന്ന ഭയങ്കര കുറവാണ്. അല്ല പറഞ്ഞിട്ട് ഒന്നുമല്ല, ഓരോ രീതിയില് തിരക്കും അങ്ങനെയൊക്കെ അങ്ങനെ. പിന്നെ വേറൊരു കേസ് കൂടി ഉണ്ട് പാത്തു. അതായത് പണ്ട് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീക്കും വ്ലോഗ് ഷൂട്ട് ചെയ്യായിരുന്നു. അതിനായിട്ടെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യും. ഇപ്പൊ നമ്മള് കണ്ടിന്യൂസ് വ്ലോഗ് അങ്ങനെ ഷൂട്ട് ചെയ്യണില്ലല്ലോ. പക്ഷെ അതാ ഒരു പർപ്പസിന് വേണ്ടി മാത്രല്ല, നമ്മുടെ ഇടയിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അല്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ, അതിന് എന്തിനായാലും നമ്മൾ ആരെങ്കിലും വീട്ടിൽ ഒന്നിച്ച് കൂടെ എന്തെങ്കിലും പരിപാടി ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരുന്നല്ലോ. അതായത് അതൊരു എന്താ പറയാ, ഭയങ്കര ഒരു നല്ലൊരു സമയം. കരയല്ലോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ കരച്ചിലെ ശബ്ദം ഞാനിവിടെ കേട്ടു. ചേട്ടാ പാവുണ്ട്. അല്ല, നമ്മൾ ആ സമയത്തൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോ ഇത് ആലോചിച്ച് നമ്മള് വിഷമിക്കും. നമ്മള് ഞാനത് ആലോചിക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞ് ഫുൾ സെറ്റിലായി. ഇനി ഇവിടെ തന്നെ ഇതാണ് നമ്മുടെ ലൈഫ്. എന്നിട്ട് ഫസ്റ്റ് പോയത് ഞാനാ ഫസ്റ്റ് പോയത്. അത് കഴിഞ്ഞ് ചിക്കു പോയി. അത് കഴിഞ്ഞ് നമ്മള് വെക്കേഷന് പോയി തിരിച്ചു വരാൻ പറ്റിയില്ലല്ലോ. അപ്പോഴും പോയത് വിട്ടു പോകുന്നു വിചാരിച്ചിട്ടല്ല. അല്ല, അത് കഴിഞ്ഞ് ചിക്കു പോയി, അത് കഴിഞ്ഞ് നീ പോയി, ഇപ്പൊ ഞാൻ തിരിച്ചു വന്നു. ഇനി 1 by 1 ഓരോരുത്തരും തിരിച്ചു പോവാ. എനിക്ക് വന്നിട്ട് കൊറേ കാലം ഇല്ലാണ്ടിരുന്നത്. ദുബായ് മറ്റേ എമിറേറ്റ്സ് മാളില് പോകുമ്പോ നിങ്ങള് ലിപ്സ്റ്റിക് ഇട്ടൊക്കെ ഇടയില്ലേ? അതിലത്തെ കഥ പറയാറുണ്ട്. അത് നമ്മളെപ്പോ പോകുമ്പോഴും പറയാം. ഭയങ്കര പാത്തുണ്ടായിരുന്നില്ല. ഞാനല്ല കൂടുതൽ എടുത്തത്, ഇവളാണ്. നടക്കുന്നുണ്ട് ഞാനും ചിക്കോ. അപ്പൊ നമ്മള് മലയാളത്തിൽ ഇങ്ങനെ ഫുൾ സംസാരം. അപ്പൊ മറ്റേ അവിടെ സെയിൽസ് നിൽക്കണ പിന്നെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളതിനെ പറ്റി കുറ്റം പറയുന്നത് അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഞാനും ചിക്കോ കൂടെ ഞങ്ങള് നോക്കിക്കോളില്ലെന്നൊക്കെ. കുറച്ചേരം കഴിഞ്ഞപ്പോ അത് മലയാളത്തിൽ ചോദിക്കുന്നു, എന്താ വേണ്ടേ? അപ്പൊ കണ്ണിന്റെ ഐഷടക്കം മിന്നി തിളങ്ങ. ഇവനേറെ ഞാനല്ല ഇവരാണ്. ആര് പറഞ്ഞു? ചതിച്ചോ നീ? അങ്ങനല്ല കോമഡി. വാട വന്നിരിക്കണ അന്ന് വന്നിട്ട് ഇവിടെ പറഞ്ഞോ? ഇതിൽ ഓഡിയോ മ്യൂട്ടാ. വീട്ടിൽ പോയിട്ട് ഡബ് ചെയ്യും. ഇന്ന് ഫുൾ ഓണാണ്. കമന്റ്സിന്റെ ഒരു ഗുണേ അല്ല. കമന്റ് എന്താണ് പറയാനുള്ളത്? സമാധാനായിട്ട് ഇരിക്കുന്നു. പിന്നെ ഗൈസ്, നമ്മുടെ ചായകുടി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിന്നിത്തയുടെ വക കുറച്ച് തമാശകൾ, ഷർഫിന്റെ വക വേറെ നുറുങ്ങ് തമാശകൾ, പാത്തുവിന്റെ വക ഒരു കോമഡി ടൈം, ഇതൊക്കെ ആയിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. അപ്പോ ഭയങ്കര രസമുള്ള കുറച്ച് മുഹൂർത്തങ്ങളാട്ടോ. വി ആർ വെരി ഹാപ്പി ഗൈസ്.
ഹാപ്പിയാണ് നീ പറഞ്ഞത്, ഞാൻ പറഞ്ഞ പിന്നെ വേണ്ട വേണ്ട, എന്റെ സബ്സ്ക്രൈബേഴ്സ് ഇളകൂട്ടോ. പാത്തു തട്ടത്തിമറയത്താന്ന് പറഞ്ഞതിന് ശേഷം അതുപോലെ ഇരിക്കുന്നു. ആയിഷ പോലെ. അതല്ല അജയ് ഇപ്പൊ പറഞ്ഞു വി ആർ വെരി ഹാപ്പി. പൊന്നു ഈസിയും കാണണ്ട. പിടിച്ച് വെച്ചേക്കണ്ടവര് മോട്ടേഴ്സിന് വിളിച്ചത്. അപ്പൊ വിളിച്ചപ്പോ എടുത്തിട്ട് പറഞ്ഞു ഈ കമ്പനീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അവല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്ത് കമ്പനീനെ അപ്പൊ ആദ്യത്തെ മോട്ടോഴ്സിനെ കുറിച്ച് കേട്ടിരുന്നു. ഇല്ല. അപ്പൊ ഇത് ഭയങ്കര ഇതായിട്ടുള്ള കമ്പനി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. പാസ്പോർട്ട് ഇത്ര കാലാവധി ഇല്ല. ഞാൻ അതൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഈ ഏജിന്റെ കാര്യം ചോദിച്ചത്. അപ്പൊ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അയാളത്ത് ഓൾമോസ്റ്റ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു ഓക്കെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ 5 മിനിറ്റ് ആയിട്ട് തിരിച്ചു വിളിക്കുക. അപ്പൊ അയാള് ചോദിച്ചു എന്താ പ്രശ്നം, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ആലോചിക്കണം. അവരോട് ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂവിന് പറയണത് ആലോചിക്കണം. 5 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന്. അല്ല തിരിച്ചു വിളിച്ചാ ഈ ധൈര്യം ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതല്ല, ആളെന്നിട്ട് പറഞ്ഞു ഇത് ടെമ്പററി വേക്കൻസി ആണ്. ടെമ്പററി അങ്ങനെയാണെങ്കിൽ താല്പര്യമില്ല. അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കണില്ല, വേറെ നോക്കണേന്ന് പറഞ്ഞു. ഇത് തുടക്കത്തിൽ പറയണേ ഞങ്ങൾ അൽത്താർ മോട്ടോർസിനെ വിളിക്കണേന്ന് പറഞ്ഞു. വിളിക്കണേ കൺസ്ട്രക്ഷൻ കമ്പനി അല്ലേ. എങ്ങനെ സാധിക്കുന്നതൊക്കെ ഇതൊന്നും ഇടരുതട്ടാ. ഇതൊക്കെ വരുമോ? ഞാൻ എന്നിട്ട് ഈ കാലത്ത് പറഞ്ഞേക്ക ഇവിടെ കൊറേ എന്തൊക്കെയോ ചെയ്തില്ല ജോലിക്ക് പോയിട്ട്. അതൊക്കെ പറഞ്ഞിട്ട് നമ്മള് ചിരിക്കുന്നു. എന്തോ തുറക്കാൻ നോക്കി അങ്ങനെ മറ്റേ CD കുത്തിപ്പൊളിച്ച് തുറന്നു. അതായത് അതെന്തോ എന്താ ആ സാധനം എനിക്ക് തുറക്കാറിയില്ലല്ലോ. CD ഡ്രൈവ് ആ സാധനം തുറക്കാറില്ല. എന്നിട്ട് അവള് സ്പാനർ എടുത്തോണ്ട് വന്നു. നല്ല സീരിയസ് ആയിട്ട് കൊലക്ക് ട്രൈ CD ഡ്രൈവ് കമ്പ്യൂട്ടറിന്റെ ഓപ്പൺ ചെയ്യാൻ. അന്ന് 10-23 വയസ്സുള്ള ഒരു പാവം പയ്യനല്ലായിരുന്നു. 23 വയസ്സിൽ ജോലിക്ക് പോയില്ലേ, അതന്നെ വലിയ കാര്യം. പോയി ആ കമ്പനി 3-ാം ദിവസം ബ്ലൂട്ടൈൻ ചെയ്തു. നല്ല കമ്പനിയാടാ. കമ്പനിക്ക് അടിപൊളി കമ്പനിയായിരുന്നു. പിന്നെന്താ പോവാണ്ടിരുന്നേ? അവര് എടുക്കണ്ടേ? പണിയെടുക്കാറിയില്ലല്ലോ. കുറച്ചാള് പണിയെടുത്ത് കഴിഞ്ഞാ പിന്നെ ശീലാവില്ലേ? അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. ഈ മാതിരി CD ഒക്കെ കുത്തിപ്പൊളിച്ച പിന്നെ അവര് പറഞ്ഞിട്ടല്ല കേട്ടോ. ഞാൻ പിന്നെ പോയില്ല. എങ്ങനെ അയാളോട് പറയാ? അല്ല പൊളിച്ചതിന് ശേഷം നീ പോയില്ല, അങ്ങനെയാണോ? നീ പോയോ? അത് പൊളിച്ചിട്ട് ഞാൻ മുങ്ങിയത്, ഞാൻ അങ്ങോട്ടേക്കില്ല. പറഞ്ഞ പോലെ CD ഡ്രൈവ് കൊണ്ടിട്ട് ഇതാ എന്റെ രാജിക്കത്ത്. പിന്നെ മച്ചാ അവര് ഇത് പറയില്ലേ, ഇമെയിൽ അഡ്രസ് പറയുമ്പോ ഇങ്ങനെ ഇവിടെ എങ്ങനെയല്ലേ പറയാ, ആപ്പിൾ ബീച്ച അങ്ങനെയൊക്കെ പറയില്ല. പിന്നെ എടാ ഒരു പേജിന്റെ പകുതി വരെ ഇട്ടിയാലും ഇമെയിൽ അഡ്രസ് തീരൂല. എക്സ്ട്രാ ബുക്ക് വരെ ചോദിച്ചു. അത്ര ഒന്നും ഇല്ലെങ്കിലും ഞാൻ വിചാരിക്കാറുണ്ട് എന്ത് ഇമെയിൽ, എനിക്ക് അത്രയും പോലും അറിയില്ല. എന്നിട്ട് എത്ര 5 വർഷത്തെ എക്സ്പീരിയൻസ്, 23 വയസ്സ് നാട്ടിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ്, 23 വയസ്സ്. അത് എനിക്ക് പറ്റിയൊരു അബദ്ധം. ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ വിനിതിനെയും ഷറഫ്ഖാനെയും കൂട്ടി നമ്മള് ഒരു മോളിൽ പോവാൻ പോവാം. ഫോർ സം ഷോപ്പിംഗ്. മറ്റേ പേസ്റ്റൽ കളർ ഡ്രസ് വാങ്ങിക്കണം. അതുകൊണ്ട് രാകേഷേന്റെ വാവയുടെ ആരു വാവയുടെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പൊ തീമുണ്ട്, കളർ തീമുണ്ട് ഡ്രസ്സിന്. പിന്നെ വാവയ്ക്ക് ഗിഫ്റ്റും വാങ്ങിക്കണം. അങ്ങനെ അങ്ങനെയൊക്കെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മോളിലേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങളെല്ലാം മോളിൽ ചെന്നിട്ട് ഷറഫ് കൊണ്ടുവരണ്ട. എല്ലാരും സ്റ്റേജ് വഴിയാണ്. ഷറഫ് മാത്രം ക്യാഷ്വൽ ഹീറോ. തണക്കുണ്ടല്ലേ? കുറച്ച് ഇത് പിന്നീട് പുതിയ സ്റ്റൈലാണ്. കട്ട് ചെയ്യാനൊന്നുമില്ല. എങ്ങനെയുണ്ട് പിന്നീട് സ്റ്റൈല്? നമ്മുടെ വീട്ടിൽ
വേറെ ലെവൽ. നമ്മൾ പണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും പിന്നെ എന്ത് ഡ്രസ് ഇട്ടാ വന്നേന്ന് അറിയാൻ. വെറുതെ ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ട് പുറത്തു പോകണമെങ്കിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. അവളുടെ ഒരു യെല്ലോ ജാക്കറ്റ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ഫറൊക്കെ ഉള്ളത്. അത് വേറെ, ബ്ലാക്ക് വേറെ. ബ്ലാക്ക് ഒരു തിളങ്ങണത് എന്നോട് ചോദിക്കണേ എന്റെ ജാക്കറ്റ് എവിടെയാന്ന്. മഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറെ ഇങ്ങനെ ഓവർ സൈസ്ഡ് ആയിട്ട് ഇങ്ങനെ കിടക്കണത്, ഇങ്ങനെ കുറച്ച് ക്രോപ്പ് ആയിട്ട് കിടക്കുന്നത്. നമ്മുടെ ഇസ എന്തൊരു മിക്സ് അല്ലേ. പാത്തുവിന്റെ സർഫ് നിങ്ങളെ കെട്ടിയോനാട്ടാ. നല്ല ചിരി. ഈ ക്യാമറയിലും ഒരു കാര്യം ചെയ്യാം, അവള് പുറത്തിറങ്ങിയില്ല, ലിഫ്റ്റിലെത്തിച്ചുള്ളൂ. അല്ല നേരം നമുക്ക് രാകേഷിന്റെ വീട്ടിലേക്ക് പോവാം. ഉച്ചക്കലത്തെ ബാക്കിയുണ്ടോ? അതല്ല വെറുതെ അല്ല വെയില് കൊള്ളിക്കാണ്ട് നോക്കുന്നത്. പോവല്ലേ? അവിടെ വെറുതെ ലിഫ്റ്റിലേക്ക് ചാരി വിശക്കുന്ന നേരം തൊട്ട് സർഫ്ക്കര ഒരു നോട്ടം. അത് പുറത്തിറങ്ങിയ വിശക്കും എനിക്ക്. അതെന്താ കൊരങ്ങനാ? പണ്ട് എനിക്കുണ്ടായിരുന്നു ഇങ്ങനത്തെ പെൻസില്. നിനക്കുണ്ടായ? നല്ല രസമുണ്ടല്ലേ? ഇസക്ക് പോലും ഉണ്ടാവില്ല ഇത്ര അധികം എക്സൈറ്റ്മെന്റ് ഇത് കാണുമ്പോ. നല്ല പാറണ്ടടി. എന്റെ സെലക്ഷൻ ജെൻസി ആയിട്ട് മാച്ച് ആവുന്നില്ല ഗായ്സ്. ഞാൻ മറ്റേ എന്താണ്, ഞാൻ എന്താ മില്ലേനിയൽ. ഞാൻ മില്ലേനിയൽ ആയിപ്പോയി. ഇവള് ജെൻസി അല്ല, ജെൻ ആൽഫ. സെറ്റ് ആവില്ല ഗായ്സ്, സെറ്റ് ആവില്ല. എന്നാ വൈറ്റ് നാളെ പരിപാടിക്ക് ഇടുവോ? നാളെ പരിപാടിന്റെ ഡ്രസ് ഫസ്റ്റ് എടുക്ക്. ഇതൊക്കെ വേണം, ഇത് നാളെ ഇടുന്നത് ഇതൊക്കെ വേണം. അപ്പൊ ഇതോ പാത്ത് നഷ്ടക്കച്ചവടാട്ടാ. അല്ല ചേച്ചേട്ടാ, ഒന്നുമില്ല. പിന്നീട് എടുത്ത് നിന്റെ ഇഷ്ടാരടി ചോദിച്ചത്. ഇത് ഇഷ്ടായോ? എനിക്ക് ഇഷ്ടായോ? പിന്നെ ഇത് ഭംഗിയില്ലല്ലോ എന്ന് പറയുമ്പോ എനിക്ക് ഇഷ്ടായില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഇഷ്ടായോ? ഇത് രണ്ടും എടുക്കാം. എനിക്ക് അത് ഇഷ്ടമില്ല. അജിചേട്ടന്റെ വക അതെ. ഇതൊക്കെ അതൊക്കെ ഞങ്ങള് ഷോപ്പ് ചെയ്യുന്നുണ്ട് അപ്പുറത്ത്. അജിചേട്ടന്റെ വക പ്രണയാണ് ഇത് കാണുന്നത്. ഞാൻ എനിക്ക് പോലും ഇങ്ങനെ ഷോപ്പ് ചെയ്യലില്ല. ഇങ്ങനെ ഓടി നടക്കുന്ന ഇട്ട് നോക്കണ്ട അല്ലേ? ഇത് പക്ഷെ ചെറുതാ. കൈൻ്റെ ഇത്രക്ക് ഉണ്ട്, നല്ല രസമുണ്ട്, അത് ഇഷ്ടമാണ്. ബ്ലാക്ക് തന്നെയാ വേണ്ടത് അല്ലെ ഗ്രേയാ? ബ്ലാക്ക് എങ്ങനെയുണ്ട് ഷോപ്പിംഗ്? സൂപ്പർ. ഇത്രയും ഈ ഏജിലുള്ള പിള്ളേരോട് ഷോപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നല്ല രസമുണ്ട്. എനിക്ക് ചെറുക്കൊക്കെ വിശക്കണു. വിശക്കാണ്ടാവില്ലല്ലോ എന്തായാലും. അവര് പോണു ഗൈസ്. പോവാണോ ഇനിത്താ? അതെ, ഇനി നമുക്ക് വെള്ളിയാഴ്ച കാണാം. ആ വില്ലേജ്. സർഫിക്ക നീ ഉണ്ടാവോ? പിന്നെ ഇത് തമിഴിലും കണ്ട ഇത് മതിയുടെ. ഇത് അടിപൊളി തമ്പനയിലാ. സെറ്റ് മതി, ഇത്ര മതി. ഒരു മാറ്റില്ല ഇയാൾക്ക്. ഗൈസ്, ഇന്നത്തെ തെണ്ടലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് സമീലിക്കയുടെ വീട്ടിലെത്തി. അതും 12 മണിക്ക്. നമ്മളിപ്പോ ചാർക്കോൾ കഴിക്കാൻ പോകും. സെറ്റ് ടോക്സ് ഇല്ലാതെ ഈ വ്ലോഗ് എങ്ങനെ കംപ്ലീറ്റ് ആവും ഗൈസ്? സെറ്റ് ടോക്സ് ഇത് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ മറ്റേ ഹലോ ഗൈസ് എന്നൂടി പറയാം. കുറെ പേര് അത് കേൾക്കാൻ ഡയലോഗ് ഓർമ്മ തെണ്ടി വന്നിരിക്കുന്നു നിന്റെ മോൻ. ഇത് എന്നെ കുറിച്ചാണ്. സമയം നോക്കണ. സമയം ഇപ്പൊ ഏകദേശം 12 മണിക്ക് 10 മിനിറ്റ് ഗൈസ്. സെറ്റ് ടോക്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ് എന്ന് പറയണം. ഹലോ ഫ്രണ്ട്സ്. അതാണ്. ഹലോ ഫ്രണ്ട്സ്. നിങ്ങളെ കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചിട്ടാ. നമ്മളെ കഴിഞ്ഞ വീഡിയോസിന് ഇട്ട കമന്റ്സ് ഒക്കെ വായിച്ചു. എനിക്ക് പലർക്കും നമ്മളെ കണ്ടതിൽ വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ കുറെ ആൾക്കാർ പറഞ്ഞു. അത് കണ്ടപ്പം എനിക്കും ഭയങ്കര സന്തോഷായി. അല്ലേ? സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ കുബൂസാണ്, ഇത് സലാഡ്, ഇത് മയണൈസ്, ഇത് കുബൂസ്, ഇത് വീണ്ടും സലാഡ്, ഇങ്ങനെ നിൽക്കുന്ന ചിക്കനും ചിക്കൻ ചാർക്കോളും ഫ്രൈസും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. എല്ലാം സെറ്റാണ്. മിസ് പാത്തു ഇവിടെ ഉണ്ട്. പാത്തു, എന്തെല്ലാം വിശേഷം? നല്ല വിശേഷം. ഫുഡ് അടിക്കണ്ടേ? വരുന്നില്ലേ? ഇന്നത് മിക്സി ഒക്കെ ആയിട്ട് വരണത് അല്ല? എന്താ കയ്യില് കുറെ സാധനങ്ങള്? കയ്യില് 12 മണി ആയില്ലേ, പ്ലേറ്റ് ഒന്നും കഴുകാനുള്ള ആരോഗ്യം എനിക്കില്ല, അതുകൊണ്ട് ഡിസ്പോസിബിൾ പ്ലേറ്റ് എടുത്തതാ. അതിനടിയിലുള്ള
ഓക്കെ അപ്പൊ സംഭവങ്ങളെല്ലാം ഇതൊക്കെ നമുക്ക് വ്ളോഗിൽ മാത്രമേ കാണാൻ പറ്റൂ. എന്ത് നീ ഇവിടെ വന്നിട്ട് പാത്തുനെ വിളിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? പ്ലേറ്റിന്റെ ആവശ്യമില്ല. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് അറബികളുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോ ഇത് വെറുതെ ഇരുന്ന് കൈയിട്ട് വാരി കഴിക്കും. ഇതിനൊക്കെ ഇപ്പൊ കമന്റ് വരും, ഈ വീട്ടില് കുക്കിങ്ങും ഇല്ല പാത്രവും കയറില്ല. ഞാനിപ്പോ അജയ് ചേട്ടൻ ഒന്നിച്ച വീട്ടിൽ കയറി വന്നത്, ഞാൻ വരുമ്പത്തേക്ക് ഭർത്താവ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെച്ചു. അതാണ് സ്നേഹമുള്ള ഭർത്താവ്. ഇത്രയും നല്ലൊരു ഹസ്ബൻഡ് കിട്ടാൻ പാത്തു കഴിഞ്ഞ 2 ജന്മത്തിൽ പുണ്യം ചെയ്തിട്ടുണ്ട്. അല്ല എനിക്കിപ്പോ മനസ്സിലാവാത്തെ, നമ്മ എല്ലാരും വ്ളോഗിൽ നിർത്തിയിട്ട് സൈഡായി പോയി. നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ ഓടി നടന്ന് വ്ളോഗ് ചെയ്യാനുള്ള സുഷ്കാന്തി? ഞാൻ നിങ്ങളെക്കാളും ഞങ്ങളിടോ 10 വയസ്സ് കുറവല്ലോ. എനിക്ക് 27 ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് 47. പക്ഷെ 10 വയസ്സിന്റെ ബുദ്ധിയില്ല. അങ്ങനെ അങ്ങനെ 1 മണിക്കൂറായിട്ടോ ഇവേ ഇന്നത്തെ ഫുൾ കണ്ടന്റ്. എടാ ഇയാൾ എന്നോട് പറഞ്ഞു എത്ര നീളമുള്ള കണ്ടന്റ് ഇട്ടാലും ആളുകൾ കാണുന്നു. ഇന്നത്തെ എപ്പിസോഡ് ചിലപ്പോ 2 പാർട്ട് 1 പാർട്ട് 2 ആയിട്ടുണ്ട്. രാവിലെ തൊട്ട് പാവ ഇതിങ്ങനെ പിടിച്ചോണ്ട് നടക്കുന്നുള്ളത്. എന്തൊക്കെയാ ഇഷ്ടാണ്, ഇനി അങ്ങോട്ട് ഓടിക്കോ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. വ്ളോഗ് എടുക്കുന്ന സമയത്ത് സമീലിക്ക ആക്ച്വലി ആ പഴയ സമീലിക്കനെ വ്ളോഗിൽ കാണാൻ പറ്റുന്നുണ്ട്. വ്ളോഗ് ഓഫ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാമറ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇക്ക ആ പഴയ സമീലിക്കനെ നമുക്ക് മിസ് ചെയ്യണം ആക്ച്വലി. അങ്ങനെ പെട്ടെന്ന് ഈ അല്ലേ പുതിയ സമീലിക്കയാണ്, മറ്റേത് പഴയ സമീലിക്കയാണ്. ഭക്ഷണം കഴിക്കടാ. നോർമലായി ഗൈസ്. അപ്പൊ നമ്മുടെ ഫുഡ് അടി പരിപാടികൾക്ക് ശേഷം കാണാം ഗൈസ്. പക്ഷെ വ്ളോഗ് രസം കേട്ടോ. മീൻസ് എല്ലാരും കൂടി ആയപ്പോഴേ ഒരു സന്തോഷം, ഒരു വൈബ് ഭയങ്കര, അതന്നെ ഈ വ്ളോഗിലും ഉണ്ടാവുള്ളൂ. എന്നെ കണ്ട അങ്ങനെ എന്തോ ആയിപ്പോയി. അവിടെ പോയപ്പോ യമുനി എടുത്ത് കമന്റ്സ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വ്ളോഗ് കണ്ട് ഞാന് ഈ ചെങ്ങായി എന്ത് ഇങ്ങനെ ഇവനെന്ത് ഇങ്ങനെ നിങ്ങളെ കുറിച്ച് തന്നെ. നിനക്ക് എന്ത് പിസ്സ? ഞാൻ കഴിച്ചു ഞാൻ നിങ്ങളെ കൂടി ഇരിക്കുന്നേന്ന്. അയ്യോ ഇപ്പൊ നിങ്ങള് കഴിക്കണല്ലേ? ഞാൻ നേരത്തെ കഴിച്ചു. നിങ്ങളെന്താ കഴിച്ചത്? ആക്ഷൻ. സ്റ്റാർട്ട് ക്യാമറ എന്ന് ആദ്യം പറയണം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. എന്നോട് പറയണ്ട, എനിക്കറിയാം. സമീലിക്ക 2 വാക്ക് വ്ളോഗ് ഉപസംഹരിക്കാൻ പോവാ. നീ എന്തിനാ ഇവിടെ കയറി? ആരെങ്കിലും ക്യാമറ വന്നാൽ നേരെ നടുക്കേറിയിരിക്കും. അങ്ങനെ പഠിച്ചിട്ട് സമീലിക്ക വ്ളോഗ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വ്ളോഗിന്റെ കൺക്ലൂഷൻ സമീലിക്കനെ കൊണ്ട് പറയിപ്പിച്ചത്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ബ്ലറായി പോയി. നമ്മൾ നേരത്തെ പറഞ്ഞ ചിരിച്ചാണ്. എന്നെ ഒരു മാളിന്ന് ഒരു സ്ത്രീ കണ്ടിട്ട് പെട്ടെന്ന് വന്നിട്ട്, ഞാൻ നിങ്ങളെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പഴയ ഏതോ പഴയ കസ്റ്റമറോ ഓഫീസിൽ പോയി എന്റെ പഴയ ഏതോ സബ്സ്ക്രൈബർ വെച്ചിട്ട് ഞാൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ അജയ് സ്റ്റീഫന്റെ നമുക്ക് യൂട്യൂബ് ഉണ്ടായത് ആ സ്ത്രീക്ക് അറിയില്ല. അങ്ങനെ ഒരു ചിന്തയെ ആ പെണ്ണുകൾക്കില്ല. പകരം അജയ് സ്റ്റീഫന്റെ വ്ളോഗിൽ എന്നെ കണ്ട പരിചയം. അതാണ് അജയ് സ്റ്റീഫൻ ഈസ് ലൈക്ക് ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പകുതി കൂടുതൽ ഇവർ സ്നേഹം കൊണ്ട് പറയുന്നത് മാത്രം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇതൊക്കെ നീ ഇടോ? ഇതൊക്കെ കട്ട് ചെയ്യോ? ഞാൻ നോക്കൂട്ടാ. സാധാരണ എന്റെ വീഡിയോ ആണല്ലോ, പക്ഷെ ഇത് നീ ഇട്ടോ? ഇതെന്തായാലും കട്ടിയില്ല. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഗൈസ്. സർഫിന്റെ സന്തോഷം ഉണ്ടായില്ല. അല്ല ഇന്നത്തെക്കാൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സർഫിന്റെ അടുത്ത് പോയത് സന്തോഷം ഉണ്ടാവില്ല. ഇയാള് പറയാൻ സമ്മതിക്കില്ല. ഇതാണ് യഥാർത്ഥ വ്ളോഗ്. ഇവര് വീട്ടിലുണ്ടപ്പോ ഇവർക്ക് സന്തോഷം ഇല്ല. പക്ഷെ ഇവര് മാത്രമായിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സന്തോഷം അഭിനയിക്കും. നിങ്ങളെ പറ്റിക്കാണ്. എടാ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. സന്തോഷം ഇല്ലാണ്ട് പറയുന്നത് അതായത് മറ്റേ സാധനം ഉണ്ട് കേട്ടാ, കൊറിയ തഗ്ഗുന്നില്ല സാധനം ഡയലോഗ് പറയിപ്പിക്കാം. ഗൈസ് ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. സറഫിനെ കണ്ടു, വിന്നീനെ കണ്ടു, രാകേഷ്, യമുന, പൊന്നു, സമീലിക്ക, ഈസ, പാത്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര ഹാപ്പി. റീയൂണിയൻ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ എങ്കിലും ഒരുപാട് മെസ്സേജസ് നമുക്ക് എല്ലാവർക്കും വരുന്നുണ്ട്.
അപ്പൊ എല്ലാരും കാണാൻ പറ്റിയ എല്ലാരും അതെ പോയ 3 ആൾക്കാർ അയച്ചിട്ടുണ്ടോ? അല്ല ശരിക്കും അല്ല നമ്മളെ ഇപ്പൊ എന്നോട് ആരും പറയാത്ത നിങ്ങളോട് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് ഈ വെക്കല്ലേ അപ്പൊ നിങ്ങളെ മാത്രമേ കാണാൻ താല്പര്യമുള്ളൂ. അതെ അല്ല നമ്മളൊക്കെ നോക്കൂത്തിയാണ്. നമ്മളല്ല നിങ്ങൾ ഓക്കെ. അപ്പൊ ഞാനും എന്റെ രാകേഷ് നിങ്ങള് ഓക്കെ ഗൈസ്. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറെ പേർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാരെയും കാണാൻ പറ്റി, അവരുടെ കുറെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പറ്റി. അപ്പൊ ഇനിയും വീഡിയോസ് ഉണ്ടാവില്ല എല്ലാരും കൂടി ഒരുമിച്ച്. നമ്മളും കുറെ നാളിന് ശേഷം ഇത്ര എൻജോയ് ചെയ്ത് വീഡിയോ ചെയ്ത്. അതെ അതെ കണ്ട. അപ്പൊ ഇതിനടുത്തുണ്ടായ വീഡിയോസ് എല്ലാം നിങ്ങളെ പറ്റിച്ചാണ്. നമുക്ക് എൻജോയ് ചെയ്ത് വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ ഗൈസ്. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. ക്യാമറ അപ്പൊ എന്തായാലും ഭയങ്കര ഹാപ്പി ഗൈസ്. നമ്മുടെ ഈ ഒരു സന്തോഷം നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പൊ സമിലിക്ക പാത്തു എന്താ അവസാനമായിട്ട് പറയാനുള്ളത്? 5 മിനിറ്റ് സംസാരിച്ചു ഗൈസ്. അതെ അതുകൊണ്ട് ഇന്ന് ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ ഫുള്ള് ചളിയായിരുന്നു. അപ്പൊ ഇവന് വ്ളോഗിൽ ആ ചളി കാണിക്കേണ്ടതിൽ കട്ട് ചെയ്ത് എന്നിട്ട് എന്നോട് ബ്ലറായി പോയി. ഇതുപോലെ തന്നെയായിരുന്നു അന്നും. ഇതേ ചളിയായിരുന്നു അന്നും പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ച് തകർത്ത് തരിപ്പണാക്കി തിരിച്ചു വന്നു. നിങ്ങൾ തന്ന ചാർക്കോൾ നമ്മൾ കഴിച്ചു. ഇനി ഇന്നത്തെ തിരിച്ചേൽപ്പിച്ചു. അതെ, ഭാര്യനെയും കുഞ്ഞിനെ തിരിച്ചേൽപ്പിച്ചു. എങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്? സമാധാനം കുറച്ച് കൂടുതലായിരുന്നു. നിങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് നാളെ വരാന്ന് അല്ല വീക്കെൻഡ് വരാം. ബട്ട് വി മിസ് യു സമീലിക്ക. അതെന്താ തൊട്ട് നേരം നിക്കല്ലേ? അല്ല വെറുതെ ഇങ്ങനെ പറഞ്ഞു ഒരു കൊളോക്കിൽ കണ്ട ഇവ വ്ളോഗ് പറഞ്ഞ ഒക്കെ കളവാണ്. സത്യം അല്ലേ? സത്യം പറയാനാണ്. ഷീസ് മൈ വൈഫ്. ഷീ ഡോണ്ട് ലൈ ബിക്കോസ് ഐ ലവ് യു. പരസ്പര ബന്ധമില്ലാണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഷവർമ കഴിച്ചാൽ എങ്ങനെയാണ്? ഉമ്മൻ തരാനാണോ ഇടത്തെ കൊടുത്ത്? ശരിക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. ഒരു വ്ളോഗ് സത്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് വൈറൽ കണ്ടന്റ് ആയിരിക്കും. അതായത് ഇക്കയുടെ ഒരു കുമ്പസാരം, അതാണ് എന്റെ മനസ്സിലുള്ളത്. ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും നിങ്ങൾ എന്റെ അടുത്ത് തുറന്നു പറയുന്നു. ഞാനത് കേട്ട് അതുണ്ടാവും. അത് ഒരുപാട് പേര് കുടുംബജീവിതത്തിന് ചിലപ്പോ തകരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അടക്കം. അല്ല സത്യം ഒരു വ്ളോഗ് അങ്ങ് ചെയ്യണം ഭയങ്കര വെരി നൈസ്. ഞാനത് സപ്പോർട്ട് ചെയ്യുന്നു. നിന്റെ സ്വഭാവം എല്ലാം കറക്റ്റില്ല സ്വഭാവല്ലേ അതൊക്കെ കാണിച്ചിട്ട്. ഞാൻ ആക്ച്വലി ഡീസന്റ് ആണ് ഗൈസ്. മദ്യപിക്കില്ല, സിഗരറ്റ്. ഇതെന്താ എന്റെ കല്യാണം ആലോചിച്ചു. അതല്ല, മദ്യപിച്ചില്ലെങ്കിലും വലിയ ലക്കും ലെവലൊന്നും എന്നെ കുറിച്ച് കൺക്ലൂഷൻ. അല്ല വ്ളോഗ് രണ്ടുപേർക്ക് പറയാൻ എന്തെങ്കിലും അവസാനിപ്പിക്കും. സത്യം പറഞ്ഞാൽ എന്താ പറഞ്ഞത് മനസ്സിലായി. ഇന്നത്തെ വ്ളോഗ് പറയാം. ഒരു 2 വാക്ക് മിണ്ടി ഓൾറെഡി ഗ്യാപ്പിൽ നിക്കണേ. അപ്പൊ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ നിർത്തേണ്ടത്. എന്തായാലും അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നാളെ ചെയ്യില്ലേ വ്ളോഗ്? നാളെ വരും. എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യും, വിടൂല. ഓക്കെ, അപ്പൊ നാളെ തന്നെ വ്ളോഗ് ചെയ്യുമ്പോലും അപ്പൊ ഒരു വീഡിയോ സമിലിക്കയുടെ ചാനൽ വീഡിയോ ഇക്കയുടെ ചാനൽ. നീ വ്ളോഗ് ചെയ്യണം? അല്ല, നിങ്ങൾ വ്ളോഗ് ചെയ്താൽ മതി. സെറ്റ് ടോക്സ് അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ഡൺ ഡീൽ. അതാണ്. അപ്പൊ ആ ഒരു സന്തോഷത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാവരും നന്മകളും ഉണ്ടാവട്ടെ. ബൈ ബൈ. അപ്പൊ ശരി, ബൈ. റെക്കോർഡായിട്ട്